മുണ്ടക്കെ ചൂരൽമല ദുരന്തം നടന്ന് ഒരു വർഷം തികയുമ്പോൾ പുനരധിവാസ ചർച്ചകളാണ് എങ്ങും. ടൗൺഷിപ്പിലെ മാതൃകാ വീട് സമയബന്ധിതമായി പൂർത്തീകരിച്ചത് നേട്ടമായി സർക്കാർ മുന്നിൽ വയ്ക്കുന്നു. എന്നാൽ മാനദണ്ഡങ്ങളിലെ കടുംപിടുത്തങ്ങളിൽ കുരുങ്ങി നിരവധി പേർ സർക്കാർ സഹായങ്ങൾക്ക് പുറത്തെന്നാണ് പ്രതിപക്ഷ ആരോപണം. 200ഓളം അപ്പീലുകൾ സർക്കാരിന് മുൻപിലുണ്ടെന്നും വൈകാതെ പരിഗണിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് വ്യക്തമാക്കി. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാതൃകാ വീട് തയ്യാർ. ഡിസംബറോടെ 410 വീടുകളാണ് ഇവിടെ ഉയരേണ്ടത്. 5 സോണുകളിലായി നിർമ്മാണം. ആദ്യഘട്ടത്തിൽ 140 വീടുകളാണ് പണിയുന്നത്. തകൃതിയായ ജോലികൾ. ഇതുവരെ പ്രസിദ്ധീകരിച്ച ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് പ്രകാരമാണ് സർക്കാർ സഹായങ്ങളും നടപടികളും മുന്നോട്ടു പോകുന്നത്. എന്നാൽ മാനദണ്ഡങ്ങൾക്ക് പുറത്താണ് അട്ടമല, പടവെട്ടിക്കുന്ന് തുടങ്ങിയ പ്രദേശത്തുള്ളവർ. ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അതിന്റെ ആഘാതത്തിൽ ജീവിതം തകർന്നവർ. 200ഓളം അപ്പീൽ സർക്കാരിന്റെ മുൻപിലുണ്ടെന്നും ഉദ്യോഗസ്ഥ തലത്തിലെ പരിശോധന കഴിഞ്ഞിട്ടും നീതി ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭ പരിശോധിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24നോട്. ഇപ്പോൾ DDMA നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അപ്പീലിനെ തുടർന്നുള്ള പരിശോധന, അത് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ആ പരിശോധന പൂർത്തിയാക്കി എന്നിട്ടും നീതി ലഭ്യമായില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായാൽ അത് ഗവൺമെൻറ് തന്നെ, മന്ത്രിസഭ എന്ന നിലവാരത്തിൽ തന്നെ നേരിട്ട് പരിശോധിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളാകും. മാനദണ്ഡങ്ങളിൽ കുരുങ്ങി വീട് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാതെ നിരവധി കുടുംബങ്ങളാണ് താൽക്കാലിക ഷെൽട്ടറുകളിൽ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ അപ്പീലിൽ പോയിക്കോ. ഞാൻ എവിടെയാണ് അപ്പീലിൽ പോയിക്കോന്ന് പറഞ്ഞു. ശരി, കളക്ടറിൻ്റെ അടുത്ത് പോയി. കളക്ടർ ഇങ്ങനെ പറയാം, നിങ്ങൾ പേരക്കുട്ടികളെ അങ്ങനെയാണ്, അത് കുറേ പറഞ്ഞു. ദുരന്തബാധിതരെ സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വയനാട് കലക്ടറേറ്റിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുന്നു. പ്രതിപക്ഷം എതിർപ്പ് കടുപ്പിക്കുകയാണ്. ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ചവർ, പാടെ ബിസിനസ് തകർന്നവർ എന്നിവരെല്ലാം ഇപ്പോഴും സർക്കാർ സഹായത്തിന് പുറത്ത്. എന്നാൽ ദുരന്തബാധിതനായ ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കില്ലെന്ന മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ദുരന്തത്തിന്റെ രൗദ്രത സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ജനത. വിപിൻ സി വിജയൻ, 24 വയനാട്.